Good morning, dear children. Today we are going to start a new chapter, Lesson 20, Emily's Brush with History. Emily's Brush with History. Do you ever wonder how people lived thousands of years ago? In this story, a small girl, Emily, who feels that thinking about the past is boring. She changes her mind after traveling back in time to Egypt. ഈ സ്റ്റോറി എമിലി എന്ന് പറഞ്ഞൊരു ചെറിയ കുട്ടിയുടെ കഥയാണ്. അവൾക്ക് പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. എന്നാൽ അവൾ ആ ഓൾഡ് ടൈമിലോട്ട് പഴയ ആ കാലത്തിലോട്ട് അവൾ ഈജിപ്തിലോട്ട് സഞ്ചരിച്ച് അവിടെ കാണുന്ന കാഴ്ചകളാണ് ഈ സ്റ്റോറിയിലുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ്. Emily yawned loudly as her grandma Dory told the story of her trip to Egypt and the Pharaoh's tomb. Yawned means open one's mouth wide, അതായത് കോട്ടുവിടുക. അപ്പം എമിലിയുടെ ഗ്രാൻഡ് മദർ ഈജിപ്തിലേക്ക് യാത്ര ചെയ്തതിനെ കുറിച്ച് ഫറവോയുടെ ടോം മീൻസ് ശവകുടീരം, ഓർ ഇറ്റ് ഈസ് എ മോണുമെന്റ് ഓവർ എ ഗ്രേവ്. അപ്പം ഫറവോസ് ടോംബിനെ കുറിച്ച് ഈജിപ്തിലോട്ടുള്ള യാത്രയെക്കുറിച്ചൊക്കെ എമിലിയുടെ ഗ്രാൻഡ് മദർ സ്റ്റോറി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് എമിലി ഇങ്ങനെ കോട്ടുവായിടുകയാണ്. She and her sister Carrie had heard the same story more times than they could remember. ഒരുപാട് പ്രാവശ്യം ഈ സെയിം സ്റ്റോറി എമിലിയുടെ സിസ്റ്ററും കൂടെ കേട്ടിട്ടുള്ളതാണ്. Grandma looked at Emily sternly and said, sternly means strictly. അപ്പം ഗ്രാൻഡ് മദർ എമിലിയെ ഒന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പറയുകയാണ്, Do you remember how the Egyptians buried their kings and queens in the pyramid with their treasures, Emily? എമിലി, നിനക്കറിയാമോ പണ്ട് കാലത്തെ ഈജിപ്തിലെ രാജാക്കന്മാരെ അല്ലെ കിങ്സിനെയും ക്യൂൻസിനെയും ഒക്കെ എങ്ങനെയാണ് ഈ പിരമിഡ് ഉണ്ടാക്കി അവരുടെ ട്രഷേഴ്സും എല്ലാം അവർ വെക്കുന്നത്, അല്ലെങ്കിൽ അവരെ കുഴിച്ചിടുന്നത്, അവരെ ബെറീഡ് ചെയ്യുന്നത് നിനക്കറിയാമോ? Who wants to know what dead people did a trillion years ago? asked Emily. ഈ പഴയ കാലത്തെ ആൾക്കാരെയൊക്കെ കുഴിച്ചിടുന്നത് ട്രില്യൺ ഇയേഴ്സ് അഗോ, പണ്ടത്തെ ഇതൊക്കെ ഇതെന്തിനാണ്? Who wants to know? എനിക്കെന്തിനാണ് അറിയണത്? Grandma said nothing, but she looked at Emily and murmured something as if whispering a spell. ഗ്രാൻഡ് മദർ ഒന്നും പറഞ്ഞില്ല, പക്ഷെ എമിലിയുടെ മുഖത്തോട്ട് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് murmured something. Murmured means say something in a low സൗണ്ട് കുറച്ച് എന്തോ ഇങ്ങനെ എമിലിയെ നോക്കി പറഞ്ഞു. As if whispering a spell. Spell means words which have magical power. Magical power ഉള്ള ചില വേർഡ്സിനെയാണ് സ്പെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മന്ത്രം ഉരുകിടുക എന്ന് പറയത്തില്ലേ, അതിനാണ് സ്പെൽ എന്ന് പറയുന്നത്. അപ്പം എമിലിയെ നോക്കി എന്തോ പറഞ്ഞു. എന്താണ് സംതിങ് ഗ്രാൻഡ് മദർ പറഞ്ഞു. എമിലി wondered what she was up to. എമിലിക്ക് എന്താണ് അവിടുത്തെ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. ബട്ട് നോ വൺ എൽസ് had noticed anyone. The next morning, Emily awoke to a great crash outside her room. അവൾക്കൊന്നും മനസ്സിലായില്ല, അവളങ്ങ് ഉറങ്ങി. രാവിലെ എണീക്കുമ്പം പുറത്ത് ഭയങ്കര ഒരു ക്രാഷ് കേൾക്കുന്നു. ക്രാഷ് മീൻസ് സഡൻ ലൗഡ് നോയ്സ് ഓർ ടു മൂവ് വിത്ത് ഫോർ സ്പീഡ്. വളരെ സ്പീഡിൽ ഒരു വണ്ടി വന്ന് നിർത്തുന്ന ഒരു ഭയങ്കരമായിട്ടൊരു സൗണ്ട് അവൾ കേട്ടു. A loud voice cried, Wake up, Dory! We must be on our way or we will miss out. എണീക്ക് ഡോറി, നമ്മളിപ്പോൾ ട്രെയിൻ മിസ്സാകും. നീ എന്താ ഇങ്ങനെ കിടക്കുന്നത്? വേഗം എണീക്ക്. Emily leaped out of bed and looked around. അവള് ആ ബെഡിൽ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റ്. Leaped means move quickly and suddenly. പെട്ടെന്ന് ചാടി എണീറ്റിട്ട് നോക്കി. Her room looked so different. അവളുടെ റൂം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ദ ഫർണിച്ചർ സീം ടു ബി ഫ്രം ഹർ ഗ്രാൻഡ് പേരൻസ് ടൈം. അവിടെ ആ റൂമിലുണ്ടാകുന്ന ഫർണിച്ചേഴ്സൊക്കെ ഗ്രാൻഡ് പേരൻസിൻ്റെ സമയത്തുള്ള ഫർണിച്ചേഴ്സൊക്കെയാണ്. ആൻഡ് ഹൂ വാസ് കോളിംഗ് ഫോർ ഡോറി? പക്ഷെ എന്നെ ആരാണ് ഡോറി എന്ന് വിളിച്ചത്? എമിലി went to put on the clothes laid out on the bed, but they were not hers. The long lace dress was uncomfortable, where the lace touched her neck. അവൾ
ക്ലോത്ത്സ് ഒക്കെ ടു അറേഞ്ച്, അവിടെ ഉണ്ടായിരുന്ന തിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്തു. പക്ഷെ അതൊന്നും ഇവിടെ ഡ്രസ്സല്ല. അതിൻ്റെ ആ ഇട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ നെക്കൊക്കെ വന്ന് ലേസൊക്കെ വന്ന് കഴുത്തേലൊക്കെ കൊള്ളുന്നു. അവൾക്കത് അൺകംഫർട്ടബിൾ ആയിരുന്നു. ദ ഷൂസ് ആർ സ്ട്രേഞ്ച് ബട്ടൺസ് ദാറ്റ് ഷി ഡിഡ് നോട്ട് നോ ഹൗ ടു യൂസ്. ഷൂസിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ബട്ടൺസ് ഒക്കെയാണ്, അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അവൾക്കറിയില്ല. Outside her bedroom door was a man who looked like great Uncle Silas in the pictures grandmother had shown them. അപ്പോൾ ഇവളുടെ അങ്കിൾ, ഗ്രാൻഡ് ഫാദർ, ഒരു അങ്കിളിൻ്റെ പിക്ചർ ഇവരുടെ ഗ്രാൻഡ് മദർ എമിലിയെ കാണിച്ചിട്ടുണ്ട്, സൈലാസിൻ്റെ. അപ്പോൾ അന്ന് ആ പിക്ചറിൽ കണ്ട് അതേപോലെ ഒരാൾ അവിടെ നിൽക്കുന്നു. Who are you? No. What? യോ ഈസ് ഇറ്റ്? ഷി ആസ്ക്ഡ് ഹിം. ഹു ആർ യു? അപ്പോൾ എമിലി വേഗം ആ മനുഷ്യനോട് ചോദിച്ചു, ഇത് ഏത് വർഷമാണ്, നിങ്ങൾ ആരാണ്? ദ മാൻ ബാക്ക്ഡ് എ ലൗഡ് ലാഫ്. അദ്ദേഹം ഉറക്കെ ചിരിച്ചു. കം ജോറി, വി ഡോണ്ട് ഹാവ് ടൈം ഫോർ സില്ലി ഗെയിംസ്. ഇറ്റ്സ് ദ സെയിം ഇയർ ഇറ്റ് വാസ് യെസ്റ്റർഡേ, 1922. ഇത് ഇന്നലെ ഉണ്ടായിരുന്ന ആ സെയിം ഇയർ തന്നെയാണ്, 1922 ആണ് ഇപ്പോഴും. നീ സമയം കളയാനില്ല, നീ വേഗം വാ. ഐ എം യുവർ അങ്കിൾ സൈലസ്, ആൻ ഈജിപ്റ്റോളജിസ്റ്റ്. Egyptologist means someone who studied the civilization of old Egypt. പഴയ ഈജിപ്തിലെ കൾച്ചർ, സിവിലൈസേഷൻ ഒക്കെ പഠിക്കുന്ന ആളാണ് ഈജിപ്റ്റോളജിസ്റ്റ്. ഞാൻ എൻ്റെ അങ്കിളാണ്, ഞാനൊരു ഈജിപ്റ്റോളജിസ്റ്റ് ആണ്. വി ആർ ഗോയിങ് ടു ഈജിപ്റ്റ്, നമ്മൾ ഈജിപ്തിലോട്ട് പോവാണ്. നൗ ഹറി ഓർ വി വിൽ മിസ് ഔട്ട് ട്രെയിൻ. അപ്പോൾ അദ്ദേഹം വേഗം പറയണം, വേഗം വാ, ഇല്ലെങ്കിൽ നമ്മുടെ ട്രെയിൻ മിസ്സാവും. ഇറ്റ് ഹാഡ് ടു ബി എ ഡ്രീം, എമിലി തോട്ട്, ബട്ട് ഇറ്റ് സീം സോ റിയൽ. അപ്പോൾ എമിലി വിചാരിച്ചു, ചിലപ്പോൾ ഡ്രീം ആയിരിക്കും, പക്ഷെ എല്ലാം നോക്കിയിട്ട് ഡ്രീമായിട്ട് തോന്നുന്നില്ല. അങ്കിൾ സൈലസ് ക്ലൈംഡ് ഇൻ ടു എ കാർ പാർക്ക്ഡ് ഔട്ട്സൈഡ് ദി ഹൗസ്. ഷീ ക്ലൈംഡ് ഇൻ നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഗോട്ട് അനദർ സർപ്രൈസ്. അങ്കിള് വേഗം കാർ പാർക്ക് ചെയ്യുന്നിടത്തോട്ട് പോയി വേഗം കാറിൽ കയറി. ആൻഡ് ഷീ ക്ലൈംഡ് ഇൻ നെക്സ്റ്റ് ടു ഹിം ആൻഡ് ഗോട്ട് അനദർ സർപ്രൈസ്. ദ കാർ ഹാഡ് നോട്ട് സീറ്റ് ബെൽറ്റ്. അവളും ആ കാറിൽ കയറി, പക്ഷെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു, ആ കാറിന് സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു. Soon they stopped outside the building that looked like a shopping complex. Inside, Emily found it was a train station. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് കൂട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ അവർ എത്തിച്ചേർന്നു. അവൾ നോക്കിയപ്പോൾ അതൊരു ട്രെയിൻ സ്റ്റേഷനാണ്. ഷി വാച്ച്ഡ് ദ പീപ്പിൾ ഇൻ ഓൾഡ് ഫാഷൻ ക്ലോത്ത്സ് ആസ് ദേ ഹറീഡ് ബാക്ക് ആൻഡ് ഫോർത്ത്. ഷി വാസ് സ്കേർഡ് ആൻഡ് ഫാസിനേറ്റഡ് അറ്റ് ദി സെയിം ടൈം. അവൾക്ക് പേടിയും തോന്നി, പക്ഷേ അവൾക്ക് ആ കാഴ്ചകളൊക്കെ മനോഹരമായിട്ട് തോന്നി. കാരണം പഴയ ആൾക്കാരുടെ ഡ്രസ്സ് അവർ ഭയങ്കര ധൃതി വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ യാത്ര ചെയ്യുന്നു. അപ്പോൾ അവൾ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ദ ട്രെയിൻ Emily looked out of the window. There was no skyscrapers, only some tall buildings of bricks or stone. ഭയങ്കര ആകാശം മുട്ടയുള്ള വലിയ വലിയ ബിൽഡിംഗ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. എല്ലാം ചെറിയ ചെറിയ വീടുകളാണ് അവളവിടെ കണ്ടത്. Then Emily found that they were in Cairo, the capital city of Egypt. അപ്പോൾ ഇവരെവിടെയാണ് എത്തിയത്? കൈറോയിൽ, ഈജിപ്തിൻ്റെ ക്യാപിറ്റലായ കൈറോയിലാണ് ഇവർ എത്തിയത്. As Emily and her uncle walked through the narrow lane of the city, she saw many old houses with grand balconies. അവൾ പഴയ വീടുകളൊക്കെ കണ്ടു, അവിടെ ഗ്രാൻഡ് ബാൽക്കണീസ് ഉണ്ട്. She decided to ask Uncle Silas later about the people who must live there. The next day, Emily and Uncle Silas went to see the pyramid in the nearby town called Giza. ഗിസയിലോട്ട് പോയി. നെക്സ്റ്റ് ഡേ എമിലിയുടെ അങ്കിൾ സൈലാസും കൂടെ അവർ പിരമിഡ് കാണാനായിട്ട് ഗിസയിലോട്ട് പോയി. Emily could not believe how grand they were. They entered one of the tombs through a narrow path and reached the center of the building where the mummy was kept. ഈ പിക്ചറിൽ കാണുന്ന ഇതാണ് പിരമിഡ്. അപ്പോൾ ഇവരിതിന് അകത്തോട്ട് ചെന്ന് നേരായിട്ടുള്ള ആ വഴി കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മമ്മീസിനെ വെച്ചേക്കുന്നതാണ് കണ്ടത്. മമ്മീസ് എന്ന് പറയുന്നത് ഡെഡ് ബോഡീസ് ആണ്. അപ്പം ഈജിപ്തിലെ ഡെഡ് ബോഡീസ് ആണ്. അവരത് ഓരോ ലിക്വിഡൊക്കെ യൂസ് ചെയ്തിട്ട് ഡ്രൈ ആക്കി വെക്കുന്നതാണ്. അപ്പം അതിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവളെ മമ്മിയൊക്കെ വെച്ചേക്കുന്നത് കണ്ടു. The mummy was covered from head to toe in brown clothes. മമ്മീസിൻ്റെ ഹെഡ് തൊട്ട് ടോ വരെ ബ്രൗൺ കളറിലുള്ള തുണി കൊണ്ടാണ് പൊതിഞ്ഞേക്കുന്നത്.
There was a mask over its face. അതിൻ്റെ മുഖത്ത് ഈ മമ്മീസിൻ്റെ മുഖത്ത് ഒരു മാസ്ക് വെക്കും. Eyes were painted on it and making it look alive. അപ്പോൾ ഐസും പെയിൻ്റ് ഒക്കെ ചെയ്താണ് വെച്ചേക്കുന്നത്, കണ്ണ് തുറന്നിരിക്കുന്ന പോലൊക്കെ. There were beautiful pattern on the case in which it was kept. Emily felt a little sorry for the mummy. അപ്പോൾ ഇവർക്ക് ഇത് കണ്ടപ്പോൾ ഒരു ഫീലിങ്സ് ഉണ്ടായി ഈ മമ്മീസ് കണ്ടപ്പം. It had once been a living person. Now it was on display to be looked at by strangers. പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരാണ്, പക്ഷെ ഇപ്പോൾ അവരെ സൂക്ഷിച്ച് അവരെ ഒരു ഷോക്കേസിൽ ആൾക്കാരെല്ലാം വന്ന് കാണാനായിട്ട് വെച്ചേക്കാണ്, ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ്. ഇത് കണ്ടപ്പോൾ അവർക്കൊരു ആകെ ഒരു ഫീലിങ്സ് ആയി. Uncle Silas said, "Can you imagine how intelligent the people of ancient Egypt were, Dory?" അങ്കിള് സൈലാസ് എമിലിയോട് ചോദിച്ചു, എമിലി നിനക്കറിയാമോ പഴയ കാലത്തെ ആൾക്കാർ എന്ത് ഇൻ്റലിജൻ്റ് ആയിരുന്നു? സെഞ്ചുറീസ് ബിഫോർ us they learned to build huge pyramids and preserve the dead. പഴയ കാലത്തെ ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് അവർ വലിയ പിരമിഡ് ഉണ്ടാക്കിയിട്ട് ഈ ഡെഡ് ബോഡീസ് ഒക്കെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കാണ്. എത്ര ബുദ്ധിപരമായിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. But it won't last long if it is kept in the open, he signed. The mummies are so old that they will fall apart under these conditions. Emily felt very sad at the thought. അപ്പോൾ ഈ മമ്മീസിൻ്റെ ഒക്കെ സ്റ്റോറീസ് കേട്ട് കഴിഞ്ഞപ്പോൾ എമിലിക്കും ഭയങ്കര ഒരു വിഷമമായി. She was about to touch the mummy when she felt someone shaking her. പെട്ടെന്ന് ഇവളെ ആരോ കുലുക്കുന്ന പോലെ തോന്നി. It was Carrie. അത് ആരായിരുന്നു? Carrie ആയിരുന്നു. Emily, she exclaimed, "I was trying to wake up you for such a long time. What happened?" അപ്പോൾ Carrie പറയാം, എമിലി ഞാൻ നിന്നെ ഒന്ന് എണീപ്പിക്കാനായിട്ട് എത്ര നേരമായി ശ്രമിക്കുക, എന്താ നിനക്ക് സംഭവിച്ചേ? A loud voice from behind Carrie said, "Oh, nothing happened to Emily." എന്നിട്ട് Carrie പറയാണ്, എമിലിക്കൊന്നും സംഭവിച്ചിട്ടില്ല. She was only sleeping soundly. അവൾ നല്ല ഡീപ്പ് സ്ലീപ്പായിരുന്നു. Grandma Doris smiled down at Emily. She smiled back. When they were alone, Emily asked, "You sent me back in time to teach me a lesson, didn't you?" അപ്പോൾ എമിലിക്ക് മനസ്സിലായി ഇതൊക്കെ ഗ്രാൻഡ്മ ചെയ്താണ്. ഗ്രാൻഡ്മയെ ഇവർക്ക് പഴയ ഓൾഡ് സ്റ്റോറീസ് കേൾക്കണ ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ മുഖത്ത് നോക്കി ഗ്രാൻഡ്മ എന്തോ സ്പെല്ല് പറഞ്ഞില്ലേ, എന്തോ മർമർ ചെയ്തു, വേർഡ്സ് പറഞ്ഞു, മാജിക്കൽ വേർഡ്സ് പറഞ്ഞു. അപ്പോൾ ഇവക്ക് മനസ്സിലായി മാജിക്കൽ വേർഡ്സ് വെച്ചിട്ട് ഇവളെ പഴയ കാലത്തിലോട്ട് ഗ്രാൻഡ്മ കൊണ്ടുപോയതാണെന്ന്. അപ്പോൾ ഇവള് ഗ്രാൻഡ്മയോട് പറയുക, "യു സെൻഡ് മീ ബാക്ക് ഇൻ ടൈം ടു ടീച്ച് മീ എ ലെസൺ, ഡിഡ്ന്റ് യു?" ഗ്രാൻഡ്മ എന്നെ പഴയ കാലത്തിലോട്ട് കൊണ്ടുപോയതല്ലേ എന്നെ ഇതെല്ലാം ഒന്ന് പഠിപ്പിക്കാനായിട്ട്. The past is not just about boring dates and facts. It's about real people. Grandma ruffled Emily's hair. ഇപ്പോൾ പറയുവാണ് പഴയതെന്ന് പറഞ്ഞ പാസ്റ്റ് എന്ന് പറയുന്ന പാസ്റ്റിൻ്റെ ഡേറ്റും അല്ലെ പഴയ കാലത്തെ കാര്യങ്ങൾ അതൊരിക്കലും ബോറിംഗ് അല്ല. ജീവിച്ചിരുന്ന ആൾക്കാരെക്കുറിച്ചുള്ള കഥകൾ ഫാക്റ്റാണ് അത് മുഴുവനും. The next time you will have to teach me the spell that you used to, Emily said. എമിലി എന്നിട്ട് ഗ്രാൻഡ് മദറിനോട് പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഈ മാജിക്കൽ വേർഡ്സ് ഈ സ്പെൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. Thank you, children.